hello, assalamu alaikum and welcome back to yet another brand new episode of Being Lou. സത്യം പറയുകയാണെങ്കിൽ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് എങ്ങനെ ചെയ്യണം എന്നറിയാതെ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ബിക്കോസ് ചെയ്യാണ്ടിരിക്കാനും നിവർത്തിയില്ല, കാരണം അത്രയും അധികം റിക്വസ്റ്റ് എനിക്ക് കമന്റ് ബോക്സിലാണെങ്കിലും DM-ലായിട്ടും ഒരുപാട് പേര് എനിക്ക് അയക്കുന്ന ഒരു സംഭവമാണ് ഈ നെയിൽ പോളിഷ് ടൂർ ചെയ്യുമോ എന്ന് വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു നെയിൽ പോളിഷ് പേഴ്സൺ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. ഞാൻ സർവൈവലിന് വേണ്ടിയിട്ടാണ് നെയിൽ പോളിഷ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതിന്റെ കഥ ഞാൻ പറയാട്ടോ. ബിക്കോസ് ഐ ആം എ ഫ്രീക്കിംഗ് നെയിൽ ബൈറ്റർ. ലൈക്ക് ഭയങ്കരമായിട്ട് നഖം കടിക്കും. സോ ഈ കൊല്ലത്തെ, അതായത് 2024 തുടങ്ങുമ്പോൾ തന്നെയുള്ള എൻ്റെ ഒരു റെസൊല്യൂഷൻ ആയിരുന്നു നെയിൽസ് വളർത്തുക എന്നുള്ളത്. ലൈക്ക് എനിക്ക് കഴിയുമോ എന്നുള്ളത് എനിക്ക് ചെക്ക് ചെയ്യണമായിരുന്നു. ബിക്കോസ് ഞാൻ നെയിൽസ് കടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കാൻറ്റ് ഈവൻ ഇമാജിൻ, അത്രയും നെയിൽസ് കടിക്കും. ടെൻഷൻ വന്നാൽ, അല്ലെങ്കിൽ ഈവൻ ഐ എം ലൈക്ക് എന്തെങ്കിലും ഓവർ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ഈറ്റ് മൈ നെയിൽസ്. സോ അങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ് മാറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഇക്കൊല്ലത്തെ വലിയൊരു റെസൊല്യൂഷൻ. വലിയ റെസൊല്യൂഷൻ എന്നൊക്കെ പറയില്ലേ. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഐ ഡിഡ് ഇറ്റ്. ഞാൻ നെയിൽസൊക്കെ വളർത്തി. പക്ഷെ നോർമലി നെയിൽസ് പൊട്ടിപ്പോകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ബാക്ക് അഗെയിൻ ടു ഷോർട്ടർ നെയിൽസ്. സോ ആ നെയിൽസ് വളർത്തിയ സമയത്ത് ഐ ഹാഡ് എ ക്രേസ് ടു നെയിൽ പോളിഷ്. ലൈക്ക് നെയിൽ പോളിഷിനോട് ഒരു ക്രേസ് വന്നിട്ട് കുറച്ചധികം നെയിൽ പോളിഷ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് അതിനെപ്പറ്റി മാരകമായിട്ടുള്ള വിവരം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ല. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സ് ഒക്കെ കുറെ പേര് അടിപൊളിയാണ്, നല്ല രസമുണ്ട്, പറഞ്ഞുതരുമോ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. സോ വാട്ട് എവർ ഐ ഹാവ്, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. വെരി ലോക്കൽ ബ്രാൻഡ്, ലോക്കൽ ഷെയ്ഡ്സ് ഒക്കെയാണ്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് എന്നുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആസ് ഐ സെഡ്, ഐ എം എ ടെറിബിൾ നെയിൽ ബൈറ്റർ. അപ്പൊ എൻ്റെ കയ്യിലുള്ള ഒരു കുട്ടി നെയിൽ പോളിഷ് കളക്ഷൻ ടൂർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഐ ഹാവ് എ ഹാർട്ട് ബോക്സ് ഫുൾ ഓഫ് നെയിൽ പോളിഷ്. ഭാഗ്യവശാൽ എൻ്റെ കയ്യിലുള്ള എല്ലാ നെയിൽ പോളിഷും ഈ ഒരു കുട്ടി ഹാർട്ട് ബോക്സിൽ കൊണ്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. തംബ്നെയിൽ വാസ് സോ ആസ്തറ്റിക്. എടുത്ത സമയത്ത് യു കൻ സീ റൈറ്റ്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മോസ്റ്റ് ഓഫ് ദം ആർ സുഡിയോ. കാരണം ആ സുഡിയോന്റെ ആ ബോർഡിൽ വെച്ചിരിക്കുന്ന എല്ലാ ഷെയ്ഡ്സിനെ പറ്റിയിട്ടും എനിക്കറിയാം, ഏത് ഷെയ്ഡാണെന്നുള്ളത്. അപ്ഡേഷൻ വന്നാൽ എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് സ്റ്റിൽ ഇപ്പൊ ഇതുവരെ ഉള്ളതിൽ ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ ടെസ്റ്റർ വെക്കുമല്ലോ, അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുത്തു നോക്കാം. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ആ ലൈറ്റിൽ നോക്കുന്ന സമയത്ത് സുഡിയോന്ന് ഇടുന്ന ഷെയ്ഡൊക്കെ എടുക്കാൻ വേണ്ടി തോന്നും. കാരണം എല്ലാം അടിപൊളിയായിട്ട് തോന്നും നമ്മൾ ഫിംഗേഴ്സിൽ ഇട്ട് നോക്കുമ്പോൾ. പക്ഷെ എനിക്ക് അധികം ഡാർക്കർ ഷെയ്ഡ്സിനോട് വലിയ താല്പര്യമില്ല. ഞാൻ എപ്പോഴും ന്യൂഡ് ഷെയ്ഡ്സ് ഇടുമ്പോഴാണ് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുള്ളത് ഏതാണ് ഷെയ്ഡ് എന്നൊക്കെ. സോ ഐ പ്രിഫറബിളി ലൈക്ക് ന്യൂഡ് ഷെയ്ഡ്സ് കൂടുതലും. സോ സുഡിയോ ഷെയ്ഡ്സിൽ ഏറ്റവും നല്ല നല്ല ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നുള്ളൊരു പ്രശ്നമാണ്, എന്താ പറയാ, ഏത് നെയിൽ പോളിഷ് ആണ് യൂസ് ചെയ്യുന്നത്, നിസ്കരിക്കുമ്പോൾ വെള്ളം ചേരുമോ, അങ്ങനെ ഇങ്ങനെ. നമുക്ക് പീരിയഡ്സ് ആവുന്ന ടൈമിലാണ് ഞാൻ അധികം നെയിൽ പോളിഷ് യൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ, അല്ലാത്ത സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഹലാൽ നെയിൽ പോളിഷസ് ഇപ്പം അവൈലബിൾ ആണ്. ലൈക്ക് ബ്രീത്തബിൾ നെയിൽ പോളിഷസ് അവൈലബിൾ ആണ്. ആ ഒരു കോൺസെപ്റ്റ് എത്ര പേർക്ക് ശരിയായി തോന്നും, എത്ര പേർക്ക് തെറ്റായി തോന്നും എന്ന് എനിക്കറിയില്ല. ബട്ട് ഇബ കോസ്മെറ്റിക്സിന്റെ ഒക്കെ ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള നെയിൽ പോളിഷസ് അവൈലബിൾ ആണ്. അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലില്ല കേട്ടോ. സോ എന്തായാലും നമുക്ക് നമ്മുടെ ഷെയ്ഡ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷോ യു മൈ സുഡിയോ ഷെയ്ഡ്സ്. ഓക്കെ, ഐ തിങ്ക് സുഡിയോ ഷെയ്ഡ്സിന് എല്ലാതും ഒരു 79 ആ ഒരു റേഞ്ചിലെ പ്രൈസ് വരുന്നുള്ളൂ. സോ ഇറ്റ്സ് സൂപ്പർ അഫോർഡബിൾ. അങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഷെയ്ഡ്സ്. അടിപൊളി ഷെയ്ഡ്സ് കണ്ടു കഴിഞ്ഞാൽ. സോ സുഡിയോന്റെ എത്ര ഷെയ്ഡ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഐ ഗോട്ട് ലൈക്ക് 4, 5, 6, 7, 8, 9, 10 ഷെയ്ഡ്സ് ഫ്രം സുഡിയോ ഗൈസ്. പിന്നെ ഗൈസ്, ഈ ഒരു നെയിൽ പോളിഷ് ടൂറിന്റെ ഒരു പ്രശ്നം, ലിപ്സ്റ്റിക് ഒക്കെ സ്വാച്ച് ചെയ്ത് കാണിക്കുന്ന പോലെ എനിക്ക് എല്ലാ നെയിൽ പോളിഷും നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ. സോ ഞാൻ ഇട്ടിട്ട് പിക്ചേഴ്സ് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. സോ ദാറ്റ് യു ക്യാൻ സീ ഹൗ ഇറ്റ് ലുക്സ് ഓൺ നെയിൽസ്. സോ കൂടുതൽ പേരും ഞാൻ ഇട്ട് കണ്ടിട്ട് എന്നോട് ഷെയ്ഡ് ഏതാന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഷെയ്ഡാണ് സുഡിയോയുടെ ഈ ഒരു ഷിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ന്യൂഡ് കൈൻഡ് ഷെയ്ഡ്. എന്ത് കളർ എന്നൊന്നും എനിക്കറിയില്ല. ഷെയ്ഡ് നെയിം ഈസ് ഷിയർ N02 ആണ് കേട്ടോ. സോ ഇഫ് യു ആർ ഗോയിങ് നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി ഡു ഗിവ് ഇറ്റ് എ ട്രൈ. അടിപൊളി ഷെയ്ഡാണ്. ലൈക്ക് നമ്മുടെ നെയിൽസിന്റെ ഒരു എക്സാക്ട് ഷെയ്ഡ് എന്താണോ അതിന്ന് കുറച്ചൊരു ഡാർക്കർ ആയിട്ടുള്ളൊരു ലിറ്റിൽ മോർ ഡാർക്കർ ആ ഒരു ഷെയ്ഡാണിത്. പിന്നെ
ലൈക്ക് ലാസ്റ്റ് ക്രിസ്മസ് തൊട്ടിട്ട് ഐ എം സീയിങ് ഓൺ ഇൻസ്റ്റഗ്രാം എല്ലാവരും ഈ ഒരു ഷെയ്ഡാണ് കയ്യിലിട്ട് കാണുന്നത്. ലൈക്ക് നെയിൽ ആർട്ട് ചെയ്യുന്നവരും സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് നെയിൽ പോളിഷ് ചെയ്യുന്നവരൊക്കെ ഇട്ട് കാണുന്ന ഒരു ഷെയ്ഡാണ്, വിച്ച് ഈസ് കോൾഡ് എസ്പ്രെസോ. ലൈക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡാർക്ക് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡ്. ഇതാണ് കേട്ടോ ഷെയ്ഡിന്റെ കളർ വന്നിട്ട്. ഷെയ്ഡ് നെയിം ഈസ് എസ്പ്രെസോ N08. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ, സോ ദാറ്റ് നെക്സ്റ്റ് ടൈം വെൻ യു ഗോ യു ക്യാൻ ഡയറക്ട്ലി പർച്ചേസ്. ഓക്കെ, നീറ്റിയ നെയിൽസിൽ ഇടുമ്പം ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ഷെയ്ഡ് ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് ദ ഷെയ്ഡ്. ഓക്കെ, സൂഡിയോയുടെ ഒരു കോഫി കളർ അങ്ങനെ ഒരു ഷെയ്ഡാണ്. ഇറ്റ്സ് കോൾഡ് മോക്ക ഇൻ ദ നമ്പർ N06. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര രസമാണ് ഇട്ട് കഴിഞ്ഞാൽ. അതിൻ്റെ തന്നെ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് വരുന്ന ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. സി, ഓൾമോസ്റ്റ് സെയിം ഷെയ്ഡ്സ് ആണ്, ബട്ട് ദിസ് കംസ് വിത്ത് ഗ്ലിറ്റർ ഇൻസൈഡ്. ഓക്കെ, ഇതിന്റെ പേര് സോഫിൾ എന്നാണ്. സോഫിൾ ഇൻ ദ നമ്പർ N09 ആൻഡ് ദിസ് ആർ ബോത്ത് സിമിലർ ഷെയ്ഡ്സ്. ഇതിൽ കുറച്ചും കൂടെ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് വരും. ദിസ് ആർ ലൈക്ക് എ മാറ്റ് ഫിനിഷ് വൺ. സോ അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ബട്ട് ബോത്ത് ആർ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ്. പിന്നെ എൻ്റെ ടോപ്പ് 5 ഫ്രം സൂഡിയോയിലെ ഏറ്റവും ലാസ്റ്റ് ഷെയ്ഡ് എന്ന് ഞാൻ പറയുന്നത് ഇറ്റ്സ് കോൾഡ് കൊക്കോവ ഇൻ ദ നമ്പർ N07. ദിസ് ഇസ് അഗെയിൻ നമ്മുടെ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ ആയിരുന്നു എസ്പ്രെസോ എന്ന് പറയുന്നത്. ദിസ് ഇസ് എക്സാക്ട്ലി ഒരു ബ്രൗൺ ഷെയ്ഡാണ്, വിച്ച് ഈസ് ഓൾസോ അഗെയിൻ എ റിയലി ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇതും ഇടുമ്പം എനിക്ക് അധികം മെസ്സേജസ് ഒക്കെ വരാറുണ്ട് ഏതാ ഷെയ്ഡ് ചോദിച്ചിട്ട്. ഇറ്റ്സ് കോൾഡ് കൊക്കോവ. ഓക്കെ, അപ്പോൾ ഇത് അപ്പൊ ഇത് 5 ആണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സ് ഫ്രം സുഡിയോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആസ് യു ക്യാൻ സീ ഓൾമോസ്റ്റ് എല്ലാതും ഭയങ്കര ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. ഇനി കമ്മിങ് ടു സം ബ്രൈറ്റർ ഷെയ്ഡ്സ്, ന്യൂഡ് അല്ല, കുറച്ചും കൂടെ ബ്രൈറ്റർ ഷെയ്ഡ്സ് ഫ്രം സുഡിയോ ഞാൻ കാണിച്ചു തരാം. സോ ഇറ്റ്സ് കോൾഡ് കാൻറ്റി. ഇതൊരു സോഫ്റ്റ് പിങ്ക്, യുനോ ഐ എം ജസ്റ്റ് എ ഗേൾ കൈൻഡ് ഓഫ് കളറാണ്. വെരി സോഫ്റ്റ് പിങ്ക്. ഇട്ട് കഴിഞ്ഞാൽ ഇത്ര തന്നെ പിങ്ക് ഉണ്ടാവില്ല കേട്ടോ. ആൻഡ് ഷെയ്ഡ് നെയിം ഇസ് കാൻറ്റി. P06 ആണ് നമ്പർ വരുന്നത്. ഇഷ്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ്, ബട്ട് ഞാൻ കൂടുതലും ന്യൂഡ്സിലേക്ക് പോകുന്ന ആളായതുകൊണ്ട് ഐ ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. സോഫ്റ്റ് പിങ്ക് ആ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. കാൻറ്റി എന്നാണ് പേര് കേട്ടോ, ആൻഡ് ദിസ് ഇസ് ദ ഷെയ്ഡ്. പിന്നെ യുനോ എനിക്കൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു PR ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിലേക്ക് മാച്ച് ചെയ്തിട്ട് ഐ വാസ് സെർച്ചിങ് ഷെയ്ഡ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഈ ഒരു ഷെയ്ഡ് സൂട്ടാവും തോന്നിയിട്ട് മേടിച്ചതാണ്, വിച്ച് ഈസ് അഗെയിൻ ഒരു സുഡിയോ ഷെയ്ഡാണ്. ഇൻ ദ നെയിം വിഷസ് എന്നാണ് ഷെയ്ഡിന്റെ പേര്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ നമ്പർ P07. ഇതിൽ കണ്ടോ, ഇറ്റ്സ് അഗെയിൻ എ സോഫ്റ്റ് പിങ്ക് ബട്ട് വിത്ത് ഗ്ലിറ്റർ ചങ്ക്സ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇതിട്ട് കഴിഞ്ഞാൽ പക്കാ നമ്മുടെ നെയിൽസിന്റെ കളറാണ്, പക്ഷെ ആ ഗ്ലിറ്റർ ഇങ്ങനെ വരുന്ന ആ ഒരു എഫക്റ്റ് ഇസ് കംപ്ലീറ്റ്ലി പിങ്ക്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. സോ ദിസ് ഇസ് ഓൾസോ എ വെരി ബ്യൂട്ടിഫുൾ വൺ. ഇനി ഇഫ് യു ലൈക്ക് എ ഡാർക്ക് വൈൻ, അങ്ങനത്തെ ഒരു കളറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ട്രൈ മുൾഡ് വൈൻ B05 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ്. യുനോ ഇറ്റ്സ് എക്സാക്ട്ലി ഒരു ബ്ലാക്ക് ബോട്ടിൽ പോലെ ഉണ്ടെങ്കിലും ഇട്ട് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡാർക്ക് വയലറ്റ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഐ തിങ്ക് ഐ ജസ്റ്റ് യൂസ് 1 or 2 times, അത്ര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഔട്ട്ഫിറ്റിനനുസരിച്ച് ഷെയ്ഡ് മാറ്റുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഡാർക്ക് വൈൻ ഷെയ്ഡ്. പിന്നെ ഇതിന്റെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് ഒരു പിസ്താഷ്യോ കൈൻഡ് ഓഫ് ലൈക്ക് പാസ്റ്റൽ ഗ്രീനിലോട്ട് പോകുന്ന ഒരു ഷെയ്ഡ്. ഞാൻ കുറെ പേര് ഇട്ട് കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഒരു ഷെയ്ഡ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി മച്ച് ലൈറ്റ് ഗ്രീൻ, നോട്ട് ലൈറ്റ് ഗ്രീൻ, ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പാസ്റ്റൽ ഗ്രീൻ. അങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഷെയ്ഡാണ്. ഇറ്റ്സ് കോൾഡ് സേജ്, SAGE. ഐ ഡോണ്ട് നോ സാഗെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് കോൾഡ് സേജ് in the number GR04. പിന്നെ the last shade from Zudio which I have is Sangria. ഒരു കൈൻഡ് ഓഫ് പർപ്പിളിഷ് അങ്ങനത്തെ ഒരു കളറാണ്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് നമ്പർ B04 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു ബ്യൂട്ടിഫുൾ പർപ്പിൾ കളർ. അഗെയിൻ നമ്മുടെ ഔട്ട്ഫിറ്റ്സിനൊക്കെ മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. സോ ഗൈസ്, ഇത്രയും ഷെയ്ഡ്സ് ആണ് എൻ്റെ കയ്യിൽ സുഡിയോ എന്നുള്ളത്. ഞാൻ എൻ്റെ ടോപ്പ് 5 ഒക്കെ പറഞ്ഞു തന്നു. സോ എന്തായാലും നമുക്ക് ബാക്കി ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്നും കൂടെ നോക്കി. സുഡിയോന്റെ എല്ലാ ഷെയ്ഡ്സും കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുക്കാ ഭാഗം ബോക്സിൻ്റെ അത് കാലിയായി. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അധികം വലിയ മാരക ബ്രാൻഡ്സ് ഒന്നുമില്ല.
സുഡിയോൻ്റെതൊക്കെ തന്നെ ഉള്ളൂ. കാരണം നമ്മൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ടൊന്നും നെയിൽ പോളിഷിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ്, ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് കേട്ടോ. എൻ്റെ അടുത്ത ഒരു ഷെയ്ഡ് വരുന്നത്, ഐ തിങ്ക് ദിസ് ഇസ് ഫ്രം കെ ബ്യൂട്ടി. ഷെയ്ഡ് നെയിം വന്നിട്ട് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. സോ ഐ ഡോണ്ട് നോ. ഇതിലൊന്നും കൊടുത്തിട്ടില്ലല്ലോ. നോ, ഐ ഡോണ്ട് നോ. ഈ ഷെയ്ഡിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വെരി ഡാർക്ക് പിങ്ക്, അങ്ങനെ ഒരു ഷെയ്ഡാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ ഐ ഡോണ്ട് നോ. പിന്നെ എൻ്റെ അടുത്ത് എന്തിനാണ് ഞാൻ വാങ്ങിച്ചതെന്ന് അറിയാത്തൊരു ഷെയ്ഡ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് നൈക്കയുടെ നെയിൽ ഇനാമൽ ഇൻ ദ ഷെയ്ഡ് ഷുഗർ ഫ്രോസ്റ്റിംഗ്. ഇതൊരു കൈൻഡ് ഓഫ് വൈറ്റും അല്ല പിങ്കും അല്ല. ഇതിൽ കാണുമ്പോൾ വൈറ്റ് പോലെ ഉണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് വൈറ്റ്. ഒരു ഇട്ട് കഴിയുമ്പോൾ ഒരു പക്ക പിങ്കിലേക്ക് വരും. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് ഞാൻ ഇതാകെ യൂസ് ചെയ്തിട്ടുള്ളത് നെയിൽ സ്റ്റാമ്പ് വാങ്ങിച്ച സമയത്ത്, ആ ഒരു നെയിൽ ആർട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഐ തിങ്ക് ദിസ് ഇസ് അറൌണ്ട് 169, 180 ആ ഒരു പ്രൈസ് റേഞ്ചിലുണ്ട്. നൈക്കയുടെ എല്ലാ നെയിൽ പോളിഷിന്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയാലോ. സോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ഷെയ്ഡ് ഇതിലുണ്ട്. പിന്നെ ഐ ഗോട്ട് 3 നെയിൽ പോളിഷ് റീസെൻ്റ്ലി. ഞാനിപ്പോൾ നൈക്കയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ. കാരണം എൻ്റെ സുഡിയോത്തെ ഷിയർ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഓൾമോസ്റ്റ് തീരാറായി. സോ അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് സ്വിസ് ബ്യൂട്ടിയുടെ കളർ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ആൻഡ് ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് 03. ഓക്കെ, ഷെയ്ഡ് നെയിം ഇല്ല, ജസ്റ്റ് നമ്പർ ആണുള്ളത്. 03 ആണ് ഷെയ്ഡിന്റെ പേര്. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കളർ സ്പ്ലാഷിന്റെ 04 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് കണ്ടില്ലേ, ഒരു കൈൻഡ് ഓഫ് പീച്ച്, പിങ്ക് അല്ല, ഒരു പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ദിസ് ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിന്റെ ഒക്കെ പ്രൈസ് വരുന്നത് under ₹100. ഇറ്റ്സ് കൈൻഡ് ഓഫ് 60-69 ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. വെരി അഫോർഡബിൾ ആണ്. പിന്നെ എൻ്റെ അടുത്ത് ലാസ്റ്റ് ആയിട്ടുള്ളത്, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ലൈറ്റർ ആവും എന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു ഷെയ്ഡാണ്. പക്ഷെ വന്ന് നോക്കിയ സമയത്ത് കുറച്ച് ഡാർക്ക് ആയിപ്പോയി. ഇറ്റ്സ് ഫ്രം കളർ സോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ആൻഡ് ബെലറിന പിങ്ക് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര് വന്നിട്ട്. സോ ഇഫ് യു ലൈക്ക് സച്ച് ഷെയ്ഡ്സ്, നല്ലതാണ്. യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ ഫൈനലി നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നെയിൽ പോളിഷ് ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. കാരണം എൻ്റെ കയ്യിലുള്ള എല്ലാ നെയിൽ പോളിഷസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഐ തിങ്ക് ഐ ഡിഡ് ജസ്റ്റിസ് ടു ദ വീഡിയോ. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എല്ലാ ഷെയ്ഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആരും നെയിൽ പോളിഷ് ടൂർ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ചിലപ്പോൾ കുട്ടി ഒരു ഫേവറേറ്റോ അല്ലെങ്കിൽ ടോപ്പ് 5 ഷെയ്ഡ്സിനെ പറ്റി ഞാൻ ഇൻസ്റ്റയിൽ റീൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ, മോസ്റ്റ് പ്രോബബ്ലി ഐ വിൽ ഡു. സോ യാ, കാരണം ഇൻസ്റ്റയിലുള്ള ആൾക്കാർ മേ ബി നോട്ട് ഫോളോയിങ് മീ ഓൺ യൂട്യൂബ്. സോ അതുകൊണ്ടാണ്. ഇൻഷാല്ലാ നോക്കട്ടെ. അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഒരു നെയിൽ പോളിഷ് ടൂർ വീഡിയോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത് എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ താഴെ കമന്റ് ചെയ്യുക. ഓൾസോ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഐ ഡെഫിനറ്റ്ലി റിപ്ലൈ. സോ വേറൊരു വീഡിയോ വരേക്കും അസ്സലാമ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആരും മറന്നു വരുത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. സീ യു ഓൾ ഇൻ ദ വീഡിയോ. Until then, ta-ta, bye bye.